ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് പോയിന്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആക്ടിവിറ്റീസ് ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ പാർട്ട് 3 ആണ്, അതായത് ആക്ടിവിറ്റി 4 ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് read the following passage. ഇവിടെ ചെറിയൊരു നമ്മുടെ പാഠത്തിൽ നിന്ന് തന്നിട്ടുള്ള ചെറിയൊരു പാസേജ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. സോ ഓക്കെ, Father, a robot is a wonderful device. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന്? ഈ 4 ലൈൻ കണ്ടോ? ഞാൻ ഈ ബ്ലാക്ക് മാർക്കർ ഇട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ 4 ലൈൻ കണ്ടോ? ആ ലൈനാണ് ഈ പാസേജ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഠം അച്ചടിച്ച പോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായിരുന്നാലും നോക്കാം. Father, a robot is a wonderful device. ഒരു റോബോട്ട് എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു ഉപകരണമാണ്. Look at the things it can do. നീ നോക്ക്, അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും. Ricky, I don't think so. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. He is doing more harm than good. അവൻ ഉപദ്രവത്തെക്കാളും നല്ലതിനേക്കാളും ഉപദ്രവമാണ് ചെയ്യുന്നത്. He is doing more harm than good. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു പോലെ ഉപദ്രവത്തെക്കാൾ നല്ലതെന്നല്ല, നല്ലതിനേക്കാളും ഉപദ്രവം എന്നതാണ്. ഉപകാരത്തെക്കാളും ഉപദ്രവം എന്നതാണ്. ഓക്കെ, അപ്പോൾ Father, you are wrong, Ricky. അത് ഒന്നിയാ നോക്കി വെച്ചേക്കാം. You don't understand how a robot works. ഇതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ പറയണെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. How a robot works. I can't agree with you. ഇതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. A robot will be a big problem if it is not programmed. Okay, so I can't agree with you. Robot will be a big problem if it is not properly programmed. അത് ഒരു റോബോട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി, ഒരു പ്രതിസന്ധിയായി മാറും. ഇത് റോബോട്ട് എന്ത് ചെയ്തില്ല എങ്കിൽ നല്ലോണം വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് പറയാം. ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. Pick out the expression shown as disagreement. ഡിസഗ്രിമെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇതിൽ നിന്ന് എടുക്കാം. അതായത് I don't agree with you. എഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക, ഡിസഗ്രി വെച്ച് കഴിഞ്ഞാൽ അസ്വീകരിക്കുക. എന്ന് വെച്ചാൽ സ്വീകരിക്കാന്ന് വെച്ചാൽ എൻ്റെ ഭാഷയിൽ ഞാൻ എങ്ങനെയൊക്കെ പറയും, എതിർക്കുക എന്നതാണ് അതിൻ്റെ റിയൽ മീനിങ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് അസ്വീകരിക്കാതിരിക്കുക എന്നൊക്കെ. ഓക്കെ, സോ ഡിസഗ്രിമെൻ്റ് ആയിട്ട് ഷോ ചെയ്യുന്നതിനെ കണ്ടെത്തുക, അതാണ്. ഫസ്റ്റിലെത്തത് നമ്മൾ മാർക്ക് ചെയ്തത് ഏതാ? I don't think so. ഞാനത് വിശ്വസിക്കുന്നില്ല, എനിക്കത് തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല, അത് തന്നെ. ഇനി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. യു ആർ റോങ്, നീ തെറ്റാണ് പറയുന്നത്. ഇതാ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടു. ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു. ലാസ്റ്റ് ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളോട് സ്വീകരിക്കാൻ കഴിയില്ല, യോജിക്കാൻ കഴിയില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ചെറിയൊരു കോൺവെർസേഷൻ വായിക്കാം കേട്ടോ. സോ ഇത് ഞാൻ ടെക്സ്റ്റിൽ ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ സ്പീഡിന് അർത്ഥമൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് വായിച്ച് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ വായിക്കുക, നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് അർത്ഥം പറയാം. സോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മീനിങ് പറഞ്ഞുതരാം. സോ അതിലും അഞ്ചും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷനാണ് റോബോട്ടിനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൽ പറയാണ് ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം. എന്താണ്, എനിക്ക് തോന്നുന്നു റോബോട്ട് വളരെ
എന്താ നല്ലതാണെന്ന്. ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. മനുഷ്യർക്ക് കഴിയാത്തത് പലതും അതിന് ചെയ്യാൻ കഴിയും. അഞ്ചു അപ്പോൾ പറയും യെസ് അത് ഐ എഗ്രി ദാറ്റ് യു ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് there are some എന്താ ഡൗൺ സൈഡ്സ് ടു ദം ടു. എന്താണ് അതെ നീ പറഞ്ഞത് സത്യമാണ്, അത് നല്ലൊരു സാധനം തന്നെയാണ്, അതിന് പലതും ചെയ്യാൻ കഴിയും. പക്ഷേ എന്താണ് അതിലും കുറെ ആ റോബോട്ടുകളിലും വളരെ എന്തുണ്ട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിനും ഒരുപാട് എന്തായിരുന്നു അതിന്റെ പേര് മറന്നുപോയല്ലോ, ഹാമായിട്ട് അതിനും കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാണ്. എന്താണ് അതിൽ പറയാണ് ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്. എനിക്കത് മനസ്സിലായി. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. എന്താണ് നമുക്ക് ആദ്യമേ അതിനെ പറ്റിയുള്ള ഗുണങ്ങൾ സംസാരിക്കാം. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ്. അതായത് ഒരു ദിവസത്തിൽ അതിന് നിർത്താതെ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ പറ്റും. എന്നെ പോലുള്ളവരൊക്കെ നിർത്താതെ 24 മണിക്കൂർ ഫോണിൽ കുത്തും. അതേപോലെ തന്നെ അതിന് നിർത്താതെ 24 മണിക്കൂറും വർക്ക് ചെയ്യാനും പറ്റും. നമ്മളിവിടെ വായിച്ചുകൊണ്ടിരുന്നത് ഓക്കെ വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ്. അത് ക്ഷീണമില്ലാതെ 24 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 പറയും ദാറ്റ്സ് ട്രൂ. അത് സത്യമാണ്. They can be like super helpers. അവർക്ക് വളരെ സഹായകരമായിട്ടുള്ള അതായത് അവർക്ക് ഭയങ്കര കഴിവുണ്ട്. നമ്മൾ സൂപ്പർ ഹീറോസ് ബാറ്റ്മാൻ അല്ലേ, ബാറ്റ്മാൻ അതേപോലെ ഇനി എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ they can make things faster. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാക്ടറികളിലൊക്കെ ഈ റോബോട്ടിനെയൊക്കെ നിങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ഓരോരോ മെഷീൻസ്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി ആണെന്ന് വെക്കുക, ചോക്ലേറ്റ് ഒക്കെ ഒഴുക്കിടാനും അത് ചോക്ലേറ്റ് ഫില്ല് ചെയ്യാനും ഒക്കെ പാക്ക് ചെയ്യാനും ഒക്കെ റോബോട്ട്സിനെ വെച്ചിട്ടില്ലേ. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു റോബോട്ടിനെ കൊണ്ടിട്ട് ആ ഫാക്ടറി ഉടമകൾക്ക് വളരെ സഹായകരമാകും. നെക്സ്റ്റ് അതിൽ പറയും എക്സാക്ട്ലി ആൻഡ് ദേ ക്യാൻ go to places that are too dangerous for people like the deep sea or outer space etc. അതായത് കടലുകളിലേക്കും നമുക്ക് മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വളരെ അപകടകരമായ കടൽ താഴ്ചയിലേക്കും കടലിന്റെ ആഴങ്ങളിലേക്കും ബഹിരാകാശത്തേക്കും പോകാൻ കഴിയും. ബഹിരാകാശത്തേക്ക് നമുക്ക് ഓക്സിജൻ മാസ്ക് ഇല്ലാതെ പോകാൻ പറ്റില്ല, പക്ഷേ റോബോട്ടിന് അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പോൾ ഇനി 5 പറയാണ് ഐ സീ യുവർ പോയിന്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം ദ പീപ്പിൾ. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ റോബോട്ടിന്റെ വരവോട് കൂടിയിട്ട് ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു കമ്പനിയിൽ ഒരു റോബോട്ട് വന്നു കഴിഞ്ഞാൽ ആ റോബോട്ടിന്റെ സ്ഥാനത്ത് റോബോട്ട് ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആളുകളില്ല, ആ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. പുതിയ റോബോട്ട് വരികയാണ്. ആ ഒരു റോബോട്ടിന് പെർഫെക്ഷൻ ഉണ്ടാവൂലേ, അത് തന്നെയാണ്. അതായത് ഞാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു റോബോട്ടിനെ ഏകദേശം 10-20 ആളുകൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം എത്ര പേരുടെ ജോലിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്, എത്ര പേരുടെ ഫാമിലിക്കാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്ന് നോക്കാം. ഓക്കെ അതിൽ പറയണം യു ഹാവ് എ ഗുഡ് പോയിന്റ് ദെയർ. അത് ശരിയാണ്, നിനക്ക് അവിടെ ഒരു നല്ല പോയിന്റ് നീ പറഞ്ഞ്. പിന്നെന്താ that can be a disadvantage. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊരു പോരായ്മയായിട്ട് നമുക്ക് കൂട്ടാം. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. അവർക്ക് റോബോട്ടിക്സിൻ്റെ ഫീൽഡിൽ ഒരുപാട് പുതിയ ജോലികളും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ 5 പറയാണ് ദാറ്റ്സ് ട്രൂ. അത് സത്യമാണ്. ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. എന്താണ് അതെ അത് ശരിയാണ്, പക്ഷേ ഈ റോബോട്ട്സിനെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് അല്ല. ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അത് റോബോട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ റോബോട്ടിനെ നിർമ്മിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതൊന്ന് വാങ്ങാനും ഒക്കെ എത്ര പൈസയാകും. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 ഐഫോണൊക്കെ വാങ്ങാം. ഓക്കെ പിന്നെ അപ്പോൾ അതിൽ പറയും ഐ എഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അതെ അത് ഞാൻ സ്വീകരിക്കുന്നു, അത് ഭയങ്കര ഒരു അതൊരു വലിയ പ്രശ്നമാണ്.
but think about how they can help differently abled people. പലതരത്തിലും അതായത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ള ഭിന്നശേഷിക്കാരായ ആളുകളെ അത് എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് നോക്കേണ്ടത്. ഇപ്പം ഒരു കൈ വയ്യാത്ത ആൾക്കത് ആ ഒരു റോബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും, മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കും, അതുപോലെ തന്നെ കയ്യിൽ തൈലം തേച്ച് കൊടുക്കുന്ന റോബോട്ട് വരെ ഉണ്ട്. ഓക്കെ, 5. That's a great advantage. അത് ശരിയാണ്, അത് വളരെ നല്ലൊരു ഗുണമാണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ് ഇൻ മെനി വേസ്. എന്താണ്, റോബോട്ടിന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും എന്നാണ്. ഇനി നമുക്കിതിന്റെ എഗ്രിമെന്റും ഡിസഗ്രിമെന്റും നോക്കാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോണത് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്രി ചെയ്യുന്ന സ്വീകരിക്കുന്ന കാര്യം, അതായത് അഡ്വാൻറ്റേജസും. നമ്മൾ ഡിസഗ്രിമെന്റ് എന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജസും ആണ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും. എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ, ഡിസഗ്രിമെന്റ് എന്ന് വെച്ചാൽ ദോഷങ്ങൾ. അങ്ങനെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റിലത്തെ എഗ്രിമെന്റ്, ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. കൂൾ സ്റ്റഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് I totally get that. എനിക്കത് പൂർണ്ണമായും ബോധിച്ചു എന്നത്. നെക്സ്റ്റ്, that's true. എന്താണ്, അതെ, അത് സത്യമാണ്. They can be like super heroes. അവർക്ക് സൂപ്പർ ഹീറോയെ പോലെ ആകാൻ കഴിയും. They can make things. അവർക്ക് ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കാൻ കഴിയും. Things faster എന്നുണ്ട്, ഇവിടെ ഫാസ്റ്റർ എന്ന് കിടപ്പുണ്ട്, എല്ലാം കൂടെ അടുപ്പിച്ച് എഴുതി വെച്ചേക്കുവാണ്. സോ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ കഴിയും, സാധനങ്ങൾ നിർമ്മിക്കാൻ കഴിയും. They can help differently abled people. അവർക്ക് പല അവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ കഴിയും. അതേപോലെ തന്നെ റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് അവർ ലിവ്സ്. അതായത് നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മുന്നേറാൻ, ഒരു ന്യൂജൻ ലെവലിലാക്കാനായിട്ട് സഹായിക്കും. അത് തന്നെയാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ. ഈ എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിയുമ്പോഴേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ, ദാറ്റ്സ് ട്രൂ. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹീറോസ്. ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ്സ്, അതായത് ജോലികൾ ഒരുപാട് എളുപ്പമാക്കാൻ അത് സഹായിക്കും എന്നതാണ്. സോ ഇനി ഡിസഗ്രിമെന്റ് നോക്കാം. there are some downsides. എന്താണ്, അവിടെ കുറച്ച് താഴ്ചകൾ ഉണ്ടായ റോബോട്ടിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, അതായത് പോരായ്മകളുണ്ട്. That's true, but robots taking jobs away from people. അത് സത്യമാണ്, പക്ഷേ റോബോട്ടുകൾ ആളുകളുടെ ജോലി നഷ്ടപ്പെടുത്തുകയാണ്. But not everyone can afford robots. They are very expensive. അതായത് റോബോട്ടുകൾ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതൊന്നും അല്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഞാൻ 5-6 പോയിന്റ് എഴുതിയിട്ടിട്ടുള്ളൂ, ഇതിൽ ഇനിയും പോയിന്റുകൾ ഉണ്ട്. അപ്പം അത് നിങ്ങൾ വായിച്ച് കണ്ടെത്താം. ഇപ്പം ഞാൻ 2-3 എക്സാമ്പിൾ തന്നില്ലേ, ഇത് നിങ്ങൾക്ക് വായിച്ച് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാണ്. എന്തൊക്കെ പറയാം, എനിക്ക് 225 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാറായി. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.